ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. നമ്മൾ 2 ദിവസമായി, അതായത് രണ്ടാമത്തെ ദിവസമാണ്. എന്നാലും ഞാൻ ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ 2025 മിറാക്കിൾ ഇയറാക്കി മാറ്റാന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യമായി തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ 2024 സംഭവിച്ച മിറാക്കിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പം അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തും ആയിരിക്കാം. 5 പേർക്കാണ് അവസരം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസാണ് സംഭവിച്ചത്? ആർക്കെങ്കിലും പറയണ്ടോ? എനിക്ക് ജോലിയില് മാറ്റം കിട്ടി. ഓക്കെ, എന്ത് ജോലിയിലാണ് മാറ്റം കിട്ടിയത്? ഞാൻ ആദ്യം വർക്ക് ചെയ്തതിന്റെ സാലറി 9,000 ആയിരുന്നു. ആ സ്ഥാനത്ത് 19, 20 ഹൈക്കോട് കൂടി മാറ്റം കിട്ടി. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഇനി അടുത്ത ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഹലോ, സംഭവിച്ച? നമസ്കാരം. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഓക്കെ ഓക്കെ, വീഡിയോ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ഓൺ ആക്കിക്കോളൂ. വീഡിയോ ഇല്ല. ഇല്ല, ഓക്കെ. കുഴപ്പമില്ല. യെസ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് റിച്ച് ആവണം, കുറേ മണി എൻ്റെ കയ്യിൽ വരണം, കുറേ യാത്രകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു 8 കൺട്രീസിൽ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. അതെൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റി. ഓക്കെ എനിക്ക് അതിനുള്ള ഇൻകമോ അങ്ങനെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, പക്ഷെ സാഹചര്യം അത് ഒരുക്കി എനിക്ക് തന്നു. ഓക്കെ ഓക്കെ, നല്ല കാര്യം. താങ്ക് യു. ഇനി മൂന്നാമത്തെ ആരാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ആർക്കും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആരെയുണ്ടെ പറഞ്ഞോളൂ. നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അന്നേരം ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാൻ ഈ ഒരു മേഖല ലോ ഓഫ് അട്രാക്ഷൻ, ലൈഫ് കോച്ചിങ് കാര്യങ്ങളിൽ തന്നെ ഏകദേശം 4 വർഷമായി. അതിൻ്റെ മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് 4 വർഷമായി. അന്നേരം എന്തുകൊണ്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ തിരഞ്ഞെടുത്തതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. NLP, EFT അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളെ ലൈഫിൽ നടക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് നമ്മളെ മൈൻഡ് സെറ്റാണ്, 2 നമ്മളെ ഊർജ്ജമാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചത്. അന്നേരമാണ് മനസ്സിലായത് ഇത് നമ്മളെ ചക്രാസ്, അതോടൊപ്പം തന്നെ മെഡിറ്റേഷനിലെ തലങ്ങളിലൂടെയാണ് മാനിഫെസ്റ്റ് ആകുന്നതിലെ കാർമികമായിട്ടുള്ള കാര്യമെല്ലാം വേറൊരു വശത്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 2025 നമ്മളെ മാജിക് ഇയറാക്കി മാറ്റേണ്ട കാര്യത്തെക്കുറിച്ചാണ്. ആദ്യമായി തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ 2024 എന്ന് പറയുന്നത് നിങ്ങളെ ആഗ്രഹങ്ങൾ നടക്കാത്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂ ഇയറിൽ എങ്ങനെയാണ് ലൈഫ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈഫിൽ പരാജയം സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 1-ാം തീയതി തന്നെ ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ദിവസവും ഒരു 8 അല്ലെങ്കിൽ ഒരു 8:30 എഴുന്നേൽക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. അന്നേരം അദ്ദേഹം എന്ത് ചെയ്യും, ഡിസംബർ 31-ാം തീയതി ലക്ഷ്യം വെക്കുകയാണ് 1-ാം തീയതി മുതൽ 5 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ 4:00 എണീക്കണം എന്ന രീതിയിലാണ് ലക്ഷ്യം വെക്കുക. ചിലപ്പം ആ വ്യക്തി 1-ാം തീയതി 4:00 എഴുന്നേറ്റിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തേക്കാം. പിന്നെ അടുത്ത ദിവസമാകുന്ന സമയത്ത് ചിലപ്പം 4 മണി എന്നുള്ള 5:30 6 മണിയാവും. പിന്നെ എന്ത് ചെയ്തു അവർ ലക്ഷ്യം വെച്ച കാര്യങ്ങളിൽ നിന്ന് പിറകോട്ടൊക്കെ പോവുകയാണ് പതിവ്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മളിപ്പം പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പ്രസൻറ്റ് മൊമെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. നിങ്ങളെ ലൈഫിൽ ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്ന ടൈം ആവാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആവാം, അതിൻ്റെ ഒരു 10 കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എന്തോ ആട്ടെ, അങ്ങനത്തെ 10 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പം യൂട്യൂബ് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 10 കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 10 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതായത് നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനെ മാറ്റം ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള 10 കാര്യമായിരിക്കണം. ഓക്കെ, എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ആലോചിച്ച് എഴുതിക്കോളൂ. ഓക്കെ, അന്നേരം നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പിന്തുടരുന്നത് അത് നമുക്കറിയാം, അതുകൊണ്ട് ഗുണമില്ല എന്നല്ല. ചിലപ്പം രാവിലെ എഴുന്നേൽക്കുന്ന ശീലമായിരിക്കാം, ചിലപ്പം മൊബൈലിൻ്റെ അഡിക്ഷൻ ആയിരിക്കാം, എന്തോ ആകട്ടെ, ബുക്ക് റീഡിങ് ഇല്ലാത്തത്, പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ആൽക്കഹോളോ ഡ്രഗ്സ് അഡിക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവും, എന്തുമാവട്ടെ, അതൊന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എഴുതാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെപ്പോഴും അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ് കുറച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ പെയ്ഡ് കോഴ്സുകളും കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വന്നില്ല. നമ്മൾ ഇപ്പം സെൽഫ് ഹെൽപ്പ് ആയാലും എന്ത് തന്നെ ആവട്ടെ, അതായത് നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അത് നമ്മൾ എഴുതിക്കൊണ്ടായിരിക്കാം, ചിലപ്പം ഫിസിക്കൽ പ്രാക്ടീസസ് ആയിരിക്കാം. അതിലൂടെ മാത്രമാണ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആകെ 2 പേര് മെസ്സേജ് അയച്ചു ഡണ്ണ് എന്നുള്ള. എല്ലാവരും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അന്നേരം ഇതിൽ പറഞ്ഞ ആൾ തങ്കമണി, നിങ്ങൾ എഴുതി വെച്ച ഒരു 10 കാര്യം ഒന്ന് പറയാമോ? അല്ലെങ്കിൽ മോസിന, നിങ്ങൾ എഴുതി വെച്ച 10 കാര്യം, നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്ന 10 കാര്യം എന്താണെന്ന് പറയാമോ? ഒരു 5 കാര്യങ്ങളും ഒന്ന് പറയും. അത് ജസ്റ്റ് എന്തൊക്കെ അത് ആ കാര്യങ്ങൾ പറയാൻ സമയത്ത് എനിക്ക് എങ്ങനെയാണ് അതിനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ജയശ്രീ. അതായത് നമ്മൾ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ അവെയർ ആകുകയാണ്. ഹലോ സാർ, പറയാം. എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കാൻ കഴിയണം. മൊബൈൽ അഡിക്ഷൻ മാറ്റണം, ബുക്ക് വായിക്കണം, മെഡിറ്റേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നല്ല കാര്യം, താങ്ക് യു സോ മച്ച്. അന്നേരം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻ, കഴിഞ്ഞ തവണ ഞാൻ ഈ വീഡിയോ ചെയ്തില്ല, 2024 എല്ലാവരും, അതായത് ഇതേപോലെ ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തികളെല്ലാം ന്യൂ ഇയറിൽ എങ്ങനെ ഇതാക്കാന്നെല്ലാം പറഞ്ഞ് ചെയ്ത സമയത്തും ഞാൻ ആ വീഡിയോ ചെയ്യാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആരും ഫോളോ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്, അതായത് നമ്മളെ ഒരു ജപ്പാനീസ് ടേം ഉണ്ട്, ആ ടേമിൻ്റെ പേര് പറഞ്ഞു. അതായത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങളൊന്ന് മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ നമ്മളെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നില്ല. അത് ഒറ്റ ദിവസം, അതായത് ഇന്ന് ചെയ്തു നാളെ മിറാക്കിൾ സംഭവിക്കുന്നില്ല. അതായത് ഇക്കിഗായിൽ പറയുന്ന കാര്യമാണ്, അത് ഒരു ടേം ഉണ്ട്, അത് മറന്നു പോയതാണ്. അത് ഡെയിലിയുള്ള കണ്ടിന്യൂസ് പ്രോഗ്രസ്സിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരിക. ഇപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് 6 പാക്കോ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ബോഡി ഉണ്ടാകാത്തത് പോലെ തന്നെയാണ് നമ്മളെ മൈൻഡ് ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ മൂസിനെ പറഞ്ഞ കാര്യമുണ്ട്, അതായത് ഇപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ പ്രസൻറ്റിൽ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ് എഴുതാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അന്നേരം മാറ്റം, ഉദാഹരണത്തിന് ഇപ്പം പറയുകയാണ് മൂസിന ഒരു 7 മണിക്കാണ് എഴുന്നേൽക്കുക. അന്നേരം അതിനെ മാറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത പേജിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളത്
അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഒരു 6 പാക്ക് വെക്കണം അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് വെക്കണം എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ 6 പാക്ക് വെക്കാൻ സാധിച്ചേക്കാം, പക്ഷേ എൻ്റെ ഹൈറ്റ് എൻ്റെ ഏജ് കഴിഞ്ഞതുകൊണ്ടും ജെനറ്റിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതിയ 10 കാര്യങ്ങളുടെ അടുത്ത പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം അത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും നിങ്ങൾ ഫേക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 7 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് നാളെ 3:30 എഴുന്നേക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ലക്ഷ്യം വെക്കാൻ പാടില്ല. 7 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കുക, അതായത് എനിക്ക് പറ്റുന്ന കാര്യം 6:00 എഴുന്നേക്കാം, അല്ലെങ്കിൽ ഒരു 6:45 എഴുന്നേക്കാം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടത്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളോട് ഒരു കള്ളം പറയുന്ന പോലത്തെ ഫീലിംഗ് വരാതെ നിങ്ങൾ ജെന്യൂനായിട്ട് ഈ കാര്യം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തൊക്കെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അതിൻ്റെ ചെറിയൊരു ചേഞ്ച്. ഇപ്പം മൊബൈൽ അഡിക്ഷനിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് മൊബൈൽ ഇത്ര മണിക്കൂർ ഉപയോഗിക്കും. അന്നേരം എന്ത് ചെയ്യണം? ഇനി മൊബൈലിൻ്റെ അഡിക്ഷൻ ഞാൻ എന്ത് ചെയ്യും? അതായത് 1 hour യൂസ് ചെയ്യുന്നതിൽ ഒരു 30 minutes ആയിട്ട് ഞാൻ ചുരുക്കും, അല്ലെങ്കിൽ ഒരു 45 minutes ആയിട്ട് ചുരുക്കും എന്നുള്ള കാര്യം. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ നമ്മൾ കൺസൾട്ടേഷൻ, ചില ആൾക്കാരെ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കൺസൾട്ടേഷനിൽ മദ്യപാനം നിർത്തിയിട്ട് ഒരു സമയത്ത്, അതായത് ഇപ്പം മദ്യപാനം ഇന്ന് നിർത്തും, അടുത്ത ദിവസം നിർത്തും, 3ാമത്തെ ദിവസം നിർത്തും, 4ാമത്തെ ദിവസം അദ്ദേഹം 3 ദിവസം കുടിക്കാത്ത മദ്യം പോലും അദ്ദേഹം എന്ത് ചെയ്യും? 4ാമത്തെ ദിവസം കുടിക്കുകയാണ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മളുടെ വീക്ക് പോയിന്റിനെ നമ്മൾ പതിയെ മാത്രമേ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുള്ളൂ. കാരണം അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമ്മളെ ലൈഫിൽ സക്സസ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അന്നേരം എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറയുക. യൂട്യൂബ് കാണുന്ന വ്യക്തികളും ഇതേപോലെ തന്നെ അതൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പം ഫസ്റ്റ് പേജിൽ എന്താണ് എഴുതി വെച്ചത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം പ്രസൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത പേജിൽ നിങ്ങൾ പ്രസൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുത്തേണ്ട ചെറിയ ചേഞ്ച്. അത് ചിലപ്പം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളായിരിക്കാം, എന്തോ ആട്ടെ, അതൊന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഡൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതാണ് നിങ്ങൾ ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. കാരണം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ മറ്റൊരു വ്യക്തി, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട് 4:00 എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അനുവിന്ദ് ഇങ്ങനെ 4:00 എഴുന്നേൽക്കുന്നത് കൊണ്ട് ഞാനും 4:00 എഴുന്നേക്കാം, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പറ്റുന്നുള്ള രീതിയിലൊരു ചിന്ത വരും. അങ്ങനെയല്ല, നമ്മളുടെ വീക്ക് പോയിന്റ്, അതായത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കുറേ ആൾക്കാരെ ഞാൻ കോപ്പി ചെയ്തിട്ട് ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അന്നേരം മനസ്സിലായി ഞാനാണ്, എനിക്കറിയാം എനിക്ക് എന്താണ് വർക്കൗട്ട് ആകുന്നതെന്നുള്ളത്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് പറയുന്ന സമയത്തും ഞാൻ ഓരോ വ്യക്തിയോടും പറയുന്ന കാര്യമുണ്ട്. ഇപ്പം ഓരോരോ ടെക്നിക്കും, ഓരോരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായാലും മെഡിറ്റേഷൻ ആയാലും പറയുന്ന സമയത്തും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ഇൻഡ്യൂഷനും അറിയാം നിങ്ങൾക്ക് എന്താണ് വർക്കൗട്ട് ആകുന്നതെന്നുള്ളത്. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറയും. അതായത് നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. നമ്മളെ വീക്ക് പോയിന്റിൽ നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധ്യപ്പെടണം. ഓക്കെ, എൻ്റെ ഇന്ന മിസ്റ്റേക്കാണ്, ഇതിനെ ഞാൻ മാറ്റിയെടുക്കണം എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ ഒരു മിസ്റ്റേക്സ് മീൻസ്, ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷനെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ കുറേ, അതായത് നമ്മൾ ലേറ്റായിട്ട് എന്നിട്ട് മാനിഫെസ്റ്റേഷനിൽ എന്തെങ്കിലും ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ചെയ്ത് വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവും, ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. അന്നേരമാണ് മനസ്സിലാക്കിയത്. ഇതേപോലെ തന്നെ ക്ലാസ്സുകളിൽ ഞാൻ കുറേ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു. ഓരോ ക്ലാസ്സുകളിൽ, ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഹാബിറ്റ് ഫോർമേഷനാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹാബിറ്റുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സാധിക്കുന്ന രീതിയിൽ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ 5 മണിയാവാം, 3:30 ആവാം, എന്തോ ആവട്ടെ, നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ കാര്യം അതാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്.
പിന്നെ അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അല്ലേ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 5 മിനിറ്റ്, മിനിമം 5 മിനിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 15 മിനിറ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഡിപ്പെൻസ് ആണ്. മിനിമം ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. എന്ത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്? വിഷ്വലൈസേഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ക്രിയായോഗിയോ രാജയോഗിയോ അല്ലെങ്കിൽ ചക്രയോ മന്ത്ര മെഡിറ്റേഷനോ, അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആക്കുന്നത് എങ്ങനെയാണ്? മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും അല്ലേ, മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം വരും. ഈ ഒരു ചിന്തയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷനാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ. അതായത് ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചെന്ന് വരുന്നു. ഓക്കെ, നമ്മുടെ ശ്വാസം അഥവാ പ്രാണൻ എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഏതൊരു മെഡിറ്റേഷനിലും പ്രാണായാമത്തിന് അല്ലെങ്കിൽ പ്രാണ ഊർജ്ജത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇവൻ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ചില വീഡിയോസിൽ ഞാൻ പ്രാണ ഊർജ്ജത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു 5 മിനിറ്റ്, മൊബൈൽ അന്നേരം ഉപയോഗിക്കാൻ പാടില്ല. ദയവ് ചെയ്തിട്ട് മൊബൈൽ ഉപയോഗിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് നിങ്ങൾ ഒന്നെങ്കിൽ ബെഡിൽ ഇരുന്നോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൽ ഇരുന്നോ നിങ്ങൾക്കത് മെഡിറ്റേഷൻ ചെയ്യാം. ബാത്റൂമിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നട്ടൽ നിവർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, നട്ടൽ നിവർത്തിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമാണ് പ്രാണ ഊർജ്ജവും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈവൻ ശ്വസിക്കണേ തന്നെ ബെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഹേലൈസേഷനും ശ്വാസനിശ്വാസങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നട്ടൽ നിവർത്തിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സ് ശാന്തമായി അല്ലേ. മനസ്സ് ശാന്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഏറ്റവും വലിയ ഡ്രീം അതൊന്ന് തിരഞ്ഞെടുക്കുക. അത് ഡ്രീം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ലക്ഷ്യമല്ല തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നിങ്ങൾ ആ പ്രോസസ്സില്ലേ, നിങ്ങൾക്കിപ്പോൾ ഇത്ര പണം നേടുന്നതായിരിക്കാം, വീടായിരിക്കാം, എന്തും ആവട്ടെ, എൻ റിസൾട്ട് അല്ല, എൻ റിസൾട്ടിലേക്ക് എത്തേണ്ട ആ പ്രോസസ്സ്. ഒരു വീട് വെക്കുന്ന സമയത്ത് വീടിലെ കല്ല്, ആ കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ, ഈവൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നത് ഏറ്റവും വെച്ചാൽ എൻ റിസൾട്ട് മാത്രം കാണും. ആ റിസൾട്ട് അല്ല, ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് മാത്രമേ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. നമ്മൾ നൽകുന്ന ഇപ്പം ഫ്രീ ക്ലാസ്സിലാവട്ടെ, ഈവൻ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആയാലും ചക്ര മെഡിറ്റേഷൻ ആയാലും എല്ലാം തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിൻ ഗോള്, ആ മെയിൻ ഗോൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ വീടായിരിക്കാം നിങ്ങളെ ഏറ്റവും വലിയ, ചിലപ്പോൾ ഒരു ഇത്ര കോടിയായിരിക്കാം, ചിലപ്പോൾ ഇത്ര ലക്ഷമായിരിക്കാം, എന്തോ ആട്ടെ, ആ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അടുത്ത പേജിൽ നിങ്ങൾ എഴുതി വെക്കുക, രണ്ടാമത്തെ പേജ് എഴുതി. ഇനി മൂന്നാമത്തെ പേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര തുകയാണ് അടുത്ത വർഷം. 1 കോടിയാവാം, 100 കോടിയാവാം, എന്തോ ആവട്ടെ, 1 ലക്ഷമാവാം, പണമാണ് എഴുതി വെക്കേണ്ടത്. എഴുതി വെച്ചോ. ഞാൻ എഴുതി വെച്ചത് 1 CR എന്നാണ്, 1 കോടി. ഞാൻ ഇതുവരെ മണി ഓറിയൻറ്റഡ് മീൻസ് വസ്തുക്കളാണ് എഴുതി വെച്ചത് മുന്നേ അല്ല. ഇന്ന് ഇത്തവണ ഞാൻ ലക്ഷ്യം വെച്ചത് 1 CR, പെട്ടെന്ന് തന്നെ 1 CR. ഓക്കെ, നിങ്ങൾ എത്രയാണ് എഴുതി വെച്ചത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹലോ സാർ, ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടെ പറയോ? ഓക്കെ കേട്ടില്ല. ഓക്കെ 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 നിങ്ങൾ 2025 എത്ര രൂപയാണ് ആഗ്രഹിക്കുന്നത് തുക? അത് ചിലപ്പോൾ 1 ലക്ഷമായിരിക്കാം, 10,000 ആയിരിക്കാം, 1 കോടിയായിരിക്കാം, 100 കോടിയായിരിക്കാം, എന്തുമാവട്ടെ, അതൊന്ന് എഴുതി വെക്ക്. ഹലോ സാർ. 1 കോടി എന്നുള്ള ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യണമെന്നില്ല. ഹലോ, ആ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇത് ഇപ്പൊ ഞാൻ ഇപ്പോഴാണോ അറിയത്, എനിക്ക് ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ സംഭവങ്ങളൊന്ന് വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യോ? ഇത് റെക്കോർഡഡ് സെക്ഷൻ ആണ്. ഇതിന് ശേഷം നമ്മൾ റെക്കോർഡ് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവരും ഇപ്പോൾ 1 കോടി എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും 1 കോടി ചെയ്യുന്നത്. ഇനി അടുത്തതാണ്, അതായത് 1 കോടിയോ 100 കോടിയോ ആഗ്രഹിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഇനി അടുത്തതാണ് നിങ്ങൾക്ക് തിരികെ പോകുന്ന ടാസ്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ 1 കോടി അല്ലെങ്കിൽ 3 കോടി നേടാൻ നിങ്ങൾ എന്താണ് നൽകാൻ പോകുന്നത്?
നിങ്ങൾ എന്തെങ്കിലും നൽകിയാൽ മതിയാവും. എനിക്കല്ലേ, നിങ്ങൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പലരും ചിന്തിക്കുക എന്താണ്, ആകാശത്തിന് മുകളിലുള്ള ശക്തി. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഞാനടക്കം നിങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആകാശത്തിന് നോക്കിയിട്ടല്ല പറയേണ്ടത്. ഞാൻ, അതായത് ഒരു സമുദ്രത്തിൽ മത്സ്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളും. അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെയാണ്, ഇപ്പം ഈവൻ ട്രെയിനേഴ്സ് തന്നെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും. ഇവൻ ഞാനും ട്രെയിനിങ്, എൻ്റെ മെൻറ്റേഴ്സ് ഉണ്ട്, അവരെ ട്രെയിനിങ് ഞാൻ എടുക്കാറുണ്ട്. അന്നേരം അതുവഴിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ 10 ലക്ഷം 1 കോടി എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, വീണ്ടും പറയാണ്, ചിലപ്പം അതൊരു ബിസിനസ്സിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആയിരിക്കാം, ചിലപ്പം നിങ്ങളുടെ ജോലി ആയിരിക്കാം, എന്തോ ആവട്ടെ, അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കണം. അതായത് ഇത് നടക്കുന്നുള്ള, ചിലപ്പോൾ ലോട്ടറിയിലൂടെ ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും രീതിയിൽ പ്രൈസ് അടിക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തോ എഴുതി വെക്കും. 30 ചെയ്യാം. ഓക്കെ, എഴുതി വെച്ചോ. ഓക്കെ, ഇതിൽ കുറേ പേര് 1 കോടി എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം ഒരു 5 പേരെങ്കിലും പറയൂ 1 കോടി നേടാൻ നിങ്ങൾ എന്താണ് നൽകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാര്യം, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന കാര്യം ഒന്നും നൽകാതെ ഒന്നും തിരികെ കിട്ടില്ല. നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കൾ നൽകണമെന്നില്ല. ഒന്ന് ചിന്തയുടെ, അതായത് തോട്ട് എനർജി ആയിരിക്കാം, 2 ഇമോഷൻ എനർജി ആയിരിക്കാം, 3 വോക്കൽ എനർജി ആയിരിക്കാം, 4മത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എനർജി, അതായത് നമ്മളെ ചിന്ത, നമ്മളെ ഇമോഷൻസ്, ഇത് രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരും. പിന്നെ വാക്കുകൾ, പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ എഫേർട്ട് ആയിരിക്കാം. ഓക്കെ, അന്നേരം നിങ്ങൾ ഇതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സിൻസിയറായും ഹാർഡ് വർക്ക് ചെയ്യും, എൻ്റെ ബിസിനസ് ചെയ്യും. ഈ ബിസിനസ് നമ്മൾ ഈവൻ നമ്മൾ പറയുന്ന കാര്യമാണ് ഗോൾ സെറ്റിങ്സിൽ. അതായത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യും, ആ ബിസിനസ്സിനെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മളെപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എത്ര ചെയ്യണം എന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അതെന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അല്ല, മണി മാനേജ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഞാൻ പങ്കെടുക്കുന്നതാണ്. അതിൽ ഓരോരുത്തരും ഈ ബിസിനസ്സുകാർ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ അമിതമായിട്ട് വിശ്വസിക്കാറില്ല. മീൻസ് അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നത്. ഈവൻ നിങ്ങൾ മറ്റ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നത് കുറച്ച് അഫർമേഷനോ കാര്യങ്ങളാണ്. ഇതിൽ കറക്റ്റായിട്ടുള്ള വർക്കൗട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ബിസിനസ് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കോഴ്സുകൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പം തന്നെ ഏകദേശം 4 കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മാസം തന്നെ നമ്മൾ ഒരു അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നുണ്ട്. അന്നേരം ആ കോഴ്സുകൾ പിന്നെ ഏകദേശം ഒരു 7 പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതായത് വേറെ പ്രൊഡക്റ്റും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ലോട്ടറി ആയിരിക്കാം. ഈവൻ നമ്മളെ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് അബുദാബി ബിഗ് ടിക്കറ്റ്, 1-2 വ്യക്തിക്ക് അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്, കേരള ലോട്ടറി അടിച്ചിട്ടുണ്ട്, 1 CR, അവർ ലോട്ടറി ഷോപ്പ് നടത്തിയിരുന്നു. അതെല്ലാം തന്നെ സ്റ്റോറീസ് വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. കുറേ പേരുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അന്നേരം നമ്മൾ അങ്ങനെ എഴുതി വെക്കുക. അതായത് നിങ്ങൾ 1 കോടി നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നൽകുന്നത്, എന്താണ് നൽകാൻ പോകുന്നത്. അതായത് സിൻസിയറായിട്ട് ബിസിനസ് ചെയ്യുന്നല്ലാതെ എൻ്റെ ബിസിനസ്സിലൂടെ ഇത്ര കോടി, അതായത് ഇത്ര സെയിൽസ് നടത്തി ഇത്ര കോടി ഞാൻ ഉണ്ടാക്കും എന്ന രീതിയിൽ അതൊന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഈ ഒരു കാര്യം, അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എഫേർട്ടിന് എപ്പോഴും റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത്
നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഫേർട്ട്, അതായത് ഉദാഹരണത്തിന് നിങ്ങൾ 1 കോടി എന്ന് എഴുതി വെക്കുന്ന സമയത്ത് എല്ലാവരും 1 കോടി എഴുതി വെച്ചു. നിങ്ങൾ എന്താണ് ഈ യൂണിവേഴ്സിന് നിങ്ങൾ എന്തെങ്കിലും നൽകാൻ തയ്യാറാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോടീശ്വരന്മാരെ, ബില്യനേഴ്സിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരെന്താണ്, അവര് മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഓക്കെ, അവരെ ലൈഫ്, അതായത് അവരെ ടൈം ആയിരിക്കാം, അവരെ എനർജി ആയിരിക്കും, എന്തും അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്താണ് അവർ റിച്ച് ആകുന്നത്. അല്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യുന്നതുകൊണ്ടല്ല. ഇപ്പം എലോൺ മസ്ക് അവരെന്താണ് ഇതേപോലെ ഷെയറുകൾ വിറ്റിട്ട്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റിട്ടാണ് അദ്ദേഹം സമ്പന്നനായി മാറുന്നത്. അതായത് ഓരോരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ കൂടുന്ന സമയത്താണ് അദ്ദേഹം റിച്ച് ആകുന്നത്. ഈവൻ എന്തെങ്കിലും പരാജയം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ കുറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങളൊന്ന്, ഈ പറഞ്ഞ 3 പോയിന്റ്സും നിങ്ങൾ എഴുതി വെച്ചു. ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഡ്രീം ജേർണൽ എഴുതി വെച്ചില്ലേ 100 ലക്ഷ്യങ്ങൾ? എല്ലാവരും ഡ്രീംസിൽ 100-ലധികം ഓക്കെ, യെസ് ഓക്കെ. ഡ്രീം ജേർണൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈ എഴുതി വെച്ച കാര്യങ്ങൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഡ്രീം ജേർണൽ എടുത്തിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഈവൻ ഞാൻ തന്നെ ഏകദേശം 4-ാമത്തെ ഡ്രീം ജേർണൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഓൺലൈൻ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഡ്രീം ജേർണൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ആ ഒരു പ്രോസസ്സ്, അതായത് ഒരു പഴയ ഡ്രീം ജേർണൽ എപ്പോഴും വെച്ച് ചിലപ്പം നമുക്കൊരു ബോറടിക്കും. അത് അടിച്ചു എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുതിയൊരു ഡ്രീം ജേർണൽ. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൺലൈനായിട്ട് ഇതേപോലെ തന്നെ പുസ്തകം നോക്കും. അതേപോലെ തന്നെ ഞാൻ ബുക്ക് സ്റ്റാളിൽ പോകുന്ന സമയത്ത് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഏതെങ്കിലും പുസ്തകം ഉണ്ടോ, ഡ്രീം ജേർണലിന് പറ്റിയ പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഇതേപോലെ വിൻറ്റേജ് ഡയറീസ് കിട്ടും. അതെനിക്ക് വിൻറ്റേജ് പുസ്തകങ്ങളോട് എനിക്ക് താല്പര്യമാണ്. അതായത് ഞാൻ എന്ത് ചെയ്തു ഇതേപോലെ തന്നെ വിൻറ്റേജ് ബുക്ക് എടുത്തിട്ട് അതിലെൻ്റെ സ്വപ്നങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നിങ്ങൾ ഡ്രീംസ് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ, അതായത് നിങ്ങൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച്, അതായത് ആദ്യം എഴുതി വെച്ച ലക്ഷ്യങ്ങൾ വീണ്ടും പകർത്തി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡ്രീംസ് വായിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ഇനിയും എൻ്റെ മനസ്സിൽ, അതായത് ഞാൻ എഴുതി വെച്ച വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു വിശ്വാസം വരും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ എഴുതി വെക്കുന്ന സമയത്ത് വലിയ ലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. പലരും ചെയ്യുന്നത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ലക്ഷ്യം, അതായത് 1 കോടി 100 കോടി എന്ന് എഴുതി വെക്കും. ഒരാൾ 1 ബില്യൺ എന്നെല്ലാം പറഞ്ഞു, എനിക്ക് മെസ്സേജ് അയച്ചു 1 ബില്യൺ നേടണം, അതിന് ഞാൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു 1 ബില്യണിൽ എത്ര 0 ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ബില്യൺ, അതാണ് ക്ലാരിറ്റി ഇല്ല. അതായത് നമുക്ക് എന്ത് ചെയ്യുന്ന സമയത്ത് ഈവൻ ഒരു അഫർമേഷനോ ഒരു സ്വിച്ച് വേർഡോ മാത്രം ഉപയോഗിച്ചിട്ട് കോടീശ്വരനായി മാറെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്? ഈവൻ ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഓരോ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറയുന്ന സമയത്തും ഈ അഫർമേഷനോ സ്വിച്ച് വേർഡോ ഉപയോഗിച്ചിട്ട് കോടീശ്വരനാകുകയാണെങ്കിൽ ഞാൻ ഇത് മാത്രം ഉപയോഗിച്ചാൽ പറയാം. ഇവൻ മന്ത്രാസ് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും, ഇതെല്ലാം തന്നെ നമ്മളെ സപ്പോർട്ടീവ് സിസ്റ്റമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അഫർമേഷൻ ആയാലും മന്ത്രങ്ങളായാലും ഇതേപോലെ തന്നെയുള്ള NLP ആയാലും ടാപ്പിംഗ് ആയാലും എല്ലാം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ വണ്ടി പോകുന്നത്, അതിൽ എൻജിൻ ഓയിലും നമ്മൾ ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മൈൻഡ് പവർ ആയാലും എന്ത് ടെക്നിക്കും നിങ്ങൾക്ക് വേറെ ഏത്, ഇപ്പം ചില ആൾക്കാർ ആക്സ് ബാർ എന്നൊക്കെ പറയാറുണ്ട്, അതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം, മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്താണ് എന്നുള്ളതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാലും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം 4 വർഷമായി, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 4 വർഷമായി ഈ ഒരു മേഖലയിൽ ഇതേപോലെ തന്നെ മേഖലയിൽ കുറേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അതിൽ ആയിരക്കണക്കിന് സക്സസ് നേരം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസ് എനിക്ക് ലഭിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ തന്നെ പണത്തിൻ്റെ, റിലേഷൻഷിപ്പിൻ്റെ, ഹെൽത്തിൻ്റെ, ജോലി, വസ്തുക്കളെല്ലാം തന്നെ സക്സസ് സ്റ്റോറീസിലുണ്ട്. അന്നേരം അവരുടെ, അതായത് നിങ്ങളുടെ
സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ അഫർമേഷനും സ്വിച്ച് വേർഡിനെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഇവൺ നിങ്ങൾക്ക് തന്നെ ഫ്രീ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ നൽകുന്ന 3 മെഡിറ്റേഷൻസ് ബൈനറി മ്യൂസിക് എല്ലാം തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അന്നേരം എന്തുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻസ് ഞാൻ നൽകുക? ഈവൻ നിങ്ങൾ ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരെ പങ്കെടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ലൈവ് ക്ലാസ് ആയിരിക്കാം. ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കുറേ ഇൻഫർമേഷൻ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 80% നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പുതുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. ഇവൻ ചക്ര മാനിഫെസ്റ്റേഷൻ തന്നെ ഞാൻ മറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ ഒരു ചക്രത്തിന് 2 മെഡിറ്റേഷൻസ് വെച്ചാണ് നമ്മൾ നൽകുന്നത്. അത് മന്ത്ര മെഡിറ്റേഷനും അഫർമേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് 4 വീഡിയോസാണ് ഓരോ ചക്രങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അതെന്താണ്, നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് ഓരോ വ്യക്തിയുടെ എക്സ്പീരിയൻസിലൂടെയും മനസ്സിലാക്കിയ കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷന് നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുക, നിങ്ങളെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. മെഡിറ്റേഷൻ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ റൂമിൻ്റെ അകത്ത് നിന്നല്ല മെഡിറ്റേഷൻ ചെയ്യാറ്. എൻ്റെ വീട് ഇവിടെ ബീച്ചിൻ്റെ അടുത്താണ്. ബീച്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചുറ്റും ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്ന ആൾക്കാർ പോകുന്നുണ്ടാവും, കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ടാവും. അവരെ നമ്മൾ കെയർ ചെയ്യില്ല. കാരണം നമ്മളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ റൂമിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റാത്ത, അതായത് പുറത്തിറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, റൂമിലെ ജനാലകൾ തുറന്നു വെച്ച് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു മനസ്സിലെ ചിന്തകളെ കുറച്ചിട്ട് നമുക്ക് വേണ്ട ചിന്തകളെ കൊണ്ടുവരുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ പവർ വളരെ വലുതായിരിക്കും. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റിലേഷൻഷിപ്പ് ഈവൻ കോഴ്സുകളെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചേഞ്ചസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. കാരണം അതിലൂടെയാണ് അവർ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി, ഞാൻ വീണ്ടും പറയാണ്, ഒരു സ്റ്റോറി, അതായത് ഒരു ചിത്രം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ വീണ്ടും പറയാണ്, നമ്മളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പുറത്ത്, അതായത് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എർത്തിങ് കിട്ടും. ഇവൻ നിങ്ങൾ പ്രാണിക് ഹീലിങ്ങോ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എർത്തിലൂടെ എനർജിയെ സക്ക് ചെയ്തെടുക്കാം. നമുക്ക് എർത്തിലൂടെ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് എനർജിയെ എടുക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റിയും കാര്യങ്ങളുണ്ടാവില്ലേ, അതിനെല്ലാം തന്നെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഭൂമിക്കുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള, അതായത് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യും. അത് നിങ്ങൾ മണ്ണിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ബെഡ്ഷീറ്റോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, മണ്ണിൽ തന്നെ ഇരിക്കുക. മണ്ണല്ലേ, മഴയുള്ള സമയത്തൊന്നും ഇരിക്കേണ്ട, ചളിയുള്ള സ്ഥലത്ത് ഇരിക്കേണ്ട, പുല്ലോ അല്ലെങ്കിൽ നല്ല മണലോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ച് വരും. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ സ്റ്റോറി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതായത് എൻ്റെ ലൈഫ് ഇതേപോലെയല്ല മുന്നോട്ട് പോയത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഡിപ്രഷനും അങ്ങനത്തെ സൂയിസൈഡ് ടെൻഡൻസിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. കുറേ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയി, കുറേ പൈസ ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, കുറേ പുസ്തകങ്ങൾ മേടിച്ചു, കുറേ വീഡിയോസ് കണ്ടു. ഇതിലൊന്നും തന്നെ എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താണ്, മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പുസ്തകം, മോട്ടിവേഷൻ ട്രെയിനേഴ്സ് ആയാലും എല്ലാം തന്നെ പറയും. അങ്ങനെയാണ് വിഭസന മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതിലിങ്ങനെ ശ്വാസം ശ്രദ്ധിച്ച് നമ്മളുടെ മനസ്സ് സ്വസ്ഥമാകും. നമ്മളുടെ ചിന്തകൾ കുറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ തനിയെ കൂടി വരുന്നതാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ബ്രീത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈവൻ കുണ്ടലിനി അവേക്കനിങ്ങിന് വരെ പ്രാണ ഊർജം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ബുദ്ധന് ബോധോദയം വന്ന കാര്യം തന്നെ വിഭസനയാണ്. വിഭസനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ബോധോദയം പ്രാപിച്ചത്. വിഭസന എന്ന് പറഞ്ഞ ശ്വാസം ശ്രദ്ധിക്കുന്നില്ല, സെൻസേഷൻ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങനത്തെ മെഡിറ്റേഷൻസ് എല്ലാം ചുറ്റും അവൈലബിൾ ആണ്. ക്രിയായോഗ മെഡിറ്റേഷൻ, രാജയോഗ മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻസ്, ചക്ര മെഡിറ്റേഷൻ, ഓരോ മെഡിറ്റേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത്, അതായത് ഓരോ മെഡിറ്റേഷനും ഞാൻ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ മിറാക്കിൾസ്, ഓരോ മാറ്റങ്ങൾ സംഭവിച്ചത്. ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് അവരുടെ ലൈഫിലും മാറ്റം സംഭവിച്ചത്. ഈ മെഡിറ്റേഷൻ മാത്രമാണോ? അല്ല, മെഡിറ്റേഷനോടൊപ്പം തന്നെ പല ടാസ്കുകളും ചെയ്യേണ്ടതാണ്. ഇതേപോലെ തന്നെ
ഈ ഒരു ഫ്രീ സെക്ഷൻ തന്നെ നമ്മൾ കുറച്ച് ടാസ്കുകൾ ഉൾപ്പെടുത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ ജസ്റ്റ് കേട്ടു, അടുത്ത ദിവസം തന്നെ നിങ്ങൾ മറന്നു, ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, എഴുതി വെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, നിങ്ങളെ ബ്രെയിൻ ന്യൂറോൺസിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട് പറയും, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷാമിൽ, അവനെന്ത് ചെയ്യും, എല്ലാം ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളുമാണ് ചെയ്യുക. ഇങ്ങനെ സ്പ്രെഡ്ഷീറ്റ്, എക്സൽ ഷീറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കും. ഞാനെപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബുക്കുണ്ട്, വർക്ക് ഡയറി എന്ന് പറയും, അവിടെ ഉണ്ട്. വർക്ക് ഡയറിയിൽ ഞാൻ എഴുതി വെക്കുക ചെയ്യുക. കാരണം എനിക്ക് എഴുതി വെക്കുന്നതാണ് കൂടുതൽ എനിക്ക് കണക്ഷൻ വരുന്നത്. എന്നാൽ എഴുതി വെക്കുന്ന സമയത്ത് ഇവൻ നമ്മൾ ഡ്രീംസ് എഴുതി വെക്കുന്ന പോലെ തന്നെ ഞാൻ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും, ഓരോരോ തോട്ട്സും കാര്യങ്ങളും എഴുതി വെക്കും. അത് നമുക്ക് എപ്പോഴും അതൊരു കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഡ്രീംസ് ആയാലും എന്ത് തന്നെയായാലും ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നല്ലെങ്കിൽ നാളെ അത് മാനിഫെസ്റ്റ് ആവും. ഓക്കെ, ഇനി ഈ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത സെക്ഷനിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ട് നിങ്ങൾക്ക്? സാർ ആ മെഡിറ്റേഷന്റെ പേരൊന്ന് പറയോ, എന്തായിരുന്നു? വിപാസന. എന്താണ്? വിപാസന, VIPASANA, വിപാസന മെഡിറ്റേഷൻ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾ കയറി രജിസ്റ്റർ, ഫ്രീ മെഡിറ്റേഷൻ ആണ് അത്. ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ടതാണ് അത്. കേരളത്തിൽ തിരുവനന്തപുരത്താണല്ലോ എന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ കണ്ട് ചെയ്യാൻ ഇല്ലല്ല, അതങ്ങനെ ചെയ്യുന്നതല്ല. അല്ല, ഇത് ഇപ്പൊ വിഭാസനം നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടില്ല. കിട്ടും, പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ എന്നുള്ള, അത് ഞാൻ നോക്കിയിട്ടില്ല. ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഞാൻ അവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തെ ഒരു ക്ലാസ് ആയിരുന്നു. അതിൽ നമ്മൾ രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുക. ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആൾക്കാരെ കണ്ണുകളിലേക്ക് നോക്കാൻ പാടില്ല. 10 ദിവസം, അതായത് 10 ദിവസം രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ 2 നേരം ഫുഡ് ഉണ്ടാവും, ഫ്രീ ഫുഡാണ്. അത് ചെയ്യാം. അതായത് നിങ്ങൾ ഒരു സെയിം ഇരുത്തം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കുന്ന സമയത്ത് ഒരാളെ കണ്ണിൽ നോക്കാൻ പാടില്ല, ഒരാളുടെ ഒന്നും മിണ്ടാൻ പോലും പാടില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ശ്വാസം ശ്രദ്ധിക്കുക. ഇടയ്ക്ക് നിങ്ങൾക്കൊരു 10 മിനിറ്റ്സ് നടന്നിട്ട് വീണ്ടും വന്നിട്ട് അവിടെ ഇരിക്കണം. സ്ഥിരമായിട്ട് ഇങ്ങനെ, അതായത് 10 ദിവസം നിങ്ങൾ ചെയ്യണം. 10ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റുക. ആ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് പോലും ഉണ്ടാവില്ല, കാരണം വാക്കുകൾ ഉണ്ടാവില്ല. അതാണ് ഈ മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം തന്നെ. അതാണ് ഞാൻ വിപാസന എന്ന് പറഞ്ഞ മെഡിറ്റേഷനെ കുറിച്ച് ചില ലൈവിലെല്ലാം പറയാൻ കാണുന്നത് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയ മെഡിറ്റേഷനാണ്. ഇപ്പോൾ രാജയോഗ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, ക്രിയായോഗ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, ചക്ര മെഡിറ്റേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ റിസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു പാത്തിലേക്ക് എൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത മെഡിറ്റേഷൻ വിപാസനയാണ്. ലൈഫിന് ക്ലാരിറ്റി വന്നു. അതുവരെ എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് വെച്ചാൽ ഇവൻ പൊട്ടനാണ്, അല്ലെങ്കിൽ ഒന്നും പറയുന്നതിന് എന്താണ് പറയുന്നതെന്ന് അറിയില്ല അവന്. ഫ്രണ്ട്സ് പറയും നീ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയൊക്കെയാണ് എത്തുക എന്നുള്ളത്. അന്നേരം നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ള നമ്മളൊരു ബോധം, നമ്മളെ ഒരു ബോധതലം ഉണരുകയാണ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഇത്രയും പേര്, അതായത് 82 പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ. അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്, നമ്മളെ ഇപ്പം ഫ്രീ ക്ലാസ് തന്നെ ഏകദേശം 20,000 മെമ്പേഴ്സ്, 15 ഗ്രൂപ്പ് ഫില്ലായിട്ടുണ്ട്. ഏകദേശം ഒരു 17K, അതായത് 17,000 പേരാണ് നമ്മളെ ഫ്രീ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗ്രൂപ്പ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പേരുടെ ലൈഫിലും ചേഞ്ചസ് ചെറുതോ വലുതോ ആവട്ടെ അതെല്ലാം തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ചേഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളും, അത് ഫ്രീ ക്ലാസ് ആവട്ടെ പെയ്ഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ മെഡിറ്റേഷൻ, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാച്ചിൽ തന്നെ കുറേ സക്സസ് സ്റ്റോറീസ് കിട്ടി. ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സിൽ ലാസ്റ്റ് വന്ന സക്സസ് സ്റ്റോറി എന്ന് വെച്ചാൽ എന്തോ ഒരു യൂറിനറി എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ ഗർഭപാത്രമായിട്ട് ബന്ധപ്പെട്ട, അതിന് ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ സ്വാദിഷ്ഠ ചക്രത്തിൻ്റെ ഹീലിംഗ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആ പ്രോബ്ലം റിക്കവർ ചെയ്യാൻ സാധിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ സെക്സ്വൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ കറക്റ്റ് ഹീൽ ചെയ്തതിന് ശേഷം ഗർഭപാത്രവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റം കൊണ്ടുവന്നു. അതേപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളത് ചെയ്ത് വരികയാണെങ്കിൽ അത് നമ്മളുടെ ബോഡിയിൽ ചേഞ്ച് കൊണ്ടുവരും, അല്ല മനസ്സിൽ ചേഞ്ച് കൊണ്ടുവരും. അത് നമ്മളെ ബോഡിയിലേക്ക് മാറും. ഇപ്പം തന്നെ എൻ്റെ പണ്ടത്തെ വീഡിയോ ഞാനത്
ഇതേപോലെ തന്നെ ഒരു ക്ലാസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ പണ്ടത്തെ രൂപവും ഇപ്പോഴുള്ള രൂപം കാണുന്ന സമയത്തും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നമ്മുടെ മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷൻ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ചേഞ്ച് വരും. ഇന്നെന്താ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ രൂപത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലായാലും സംസാരത്തിലായാലും തന്നെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെയും രാത്രിയും ഒരു 5 minutes മെഡിറ്റേഷൻ ചെയ്യുക. അതൊന്നും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ആ ചെയ്യാം. രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 5:45 വരെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്? ചേഞ്ചസ് ഞാൻ 1-2 കാര്യങ്ങൾ ആഗ്രഹിച്ചത് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അത് ഒന്ന് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണം എന്നുള്ള ഒരു ആഗ്രഹം. ഇതില് എല്ലാവർക്കും അതൊരു ഇതായിരിക്കില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സക്സസ് ഇതാണ് എനിക്ക്. അതിപ്പോ എനിക്ക് മിനിഞ്ഞാന്ന് സാധിച്ചു. അതുപോലെ ഒരു ഡയമണ്ടിന്റെ റിങ് വേണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. അപ്പൊ അതൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോ തന്നെ എനിക്ക് തന്നെ ഒരുപാട് വ്യത്യാസങ്ങള്, എനിക്ക് ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ നല്ല അതുപോലെ ഞാനൊരു പുസ്തകം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്കിപ്പോ അത് എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. അതുപോലെ ചെറുതാണെങ്കിലും ഒരു ചെറിയൊരു ലോട്ടറി അടിച്ചു. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. അതെന്താ പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചെറിയ ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങളത് ഷെയർ ചെയ്യുന്നില്ലേ, അത് തന്നെയാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. പലരും എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഞാൻ എല്ലാവരോടും ഇപ്പോൾ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സിലായാലും എല്ലാം തന്നെ നിങ്ങളെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന പറയാം. അന്നേരം ആ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസിറ്റിവിറ്റി കുറേ പേരിലേക്ക് എത്തും. ആ നമ്മളുടെ ആ ഒരു നമ്മളെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോസിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം നന്ദി നിങ്ങളെ ആ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന്. അങ്ങയുടെ വാക്കുകൾ വളരെയധികം മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാനിപ്പം ഫ്രീ ക്ലാസ്, അതായത് 365 ദിവസത്തെ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇതേപോലെ ട്രെയിനേഴ്സ് എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചു, അനുവിന് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തരാണ്, നീ എന്തിനാ ഇതെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ചോദിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്നത് അതായത് എല്ലാവർക്കും പണം വേണമെന്നില്ല, എല്ലാവരുടെ കയ്യിലും പൈസ വേണമെന്നില്ല. അതായത് നമ്മളെ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളെ കാർമിക് ക്ലിയറിങ്, അതായത് കർമ്മത്തെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്ത കാര്യം. അതായത് ഞാൻ പണ്ടെല്ലാം ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പൈസ ഉണ്ടാക്കണം, വലിയ വീട് വെക്കണം, കാര്യം അതെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചില പ്രാക്ടീസസ്, ഈവൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, മെനി മാസ്റ്റേഴ്സ് മെനി ലിവിങ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് മലയാളത്തിൽ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ ഡോക്ടർ ബ്രിയാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അത് വായിച്ചു, നാഡീ ജ്യോതിഷത്തെ കുറച്ച് റിസർച്ച് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം നമ്മളാകെ കൊണ്ടുപോകുന്ന കാര്യം കർമ്മമാണ്, നമ്മളെ പ്യുവറായിട്ടുള്ള കർമാസാണ്. അന്നേരം ഇതാണ് നമ്മളെ ആകെ മൂലധനം എന്ന് പറയുന്നത്. നമ്മൾ കുറേ പണം സമ്പാദിച്ചു, കുറേ സുഖങ്ങൾ അനുഭവിച്ചു, എല്ലാ കാര്യങ്ങളും അനുഭവിക്കണം. പക്ഷെ നമ്മളെ ലൈഫ് കൊണ്ട് ഒരു 10 പേർക്കെങ്കിലും ഗുണം ഉണ്ടാവണം. അത് ഈവൻ നമ്മൾ ക്ലാസ്, ഈവൻ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പെയ്ഡ് ക്ലാസ് ചെറുതും വലുതുമായിട്ടുള്ള എമൗണ്ട്സിൽ കൊടുക്കുന്നത്, അത് ആവശ്യമുള്ളവർ ജോയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പെയ്ഡ് ക്ലാസ്. ഇവൻ ആ ഫ്രീ ക്ലാസ് തന്നെ പലരും എന്ത് ചെയ്യും, ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അന്നേരം അതുവഴി അവരെ കാർമികമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ജന്മത്തിൽ അത് ഒരു ക്ലാസ്സാണ്, അത് വലിയൊരു ക്ലാസ്സാണ്. എന്നാലും പറയുകയാണ്, നമ്മൾ ഈ ജന്മത്തിൽ ഈ ശരീരം എടുക്കണം, ഈ കുടുംബത്തിൽ ജനിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് വന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ, നിങ്ങൾ ജനിച്ച കുടുംബവും നിങ്ങളുടെ രക്ഷിതാക്കൾ ഇങ്ങനെയായി മാറിയത്? ദൈവം ഏകനാണ്, അതായത് ദൈവം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ ശക്തിയെ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങളെ എല്ലാവരും ഈക്വൽ ആയിരിക്കണ്ടേ, രൂപത്തിലും പെരുമാറ്റത്തിലും ചുറ്റുപാടുകളിലെല്ലാം വരണ്ടേ. എന്നാലും നിങ്ങൾ രൂപത്തിൽ ചിലപ്പോൾ ശരീരത്തിൽ രോഗങ്ങളുണ്ടാവും, എന്തും വരുന്ന സമയത്തും അതെല്ലാം തന്നെ നിങ്ങൾ കാർമികമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്യുവറായിട്ടുള്ള കർമാസ് ചെയ്യണം. കർമ്മ എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രാരാധ കർമ്മ, സഞ്ചിത കർമ്മ, ആഗമകർമ്മ എന്ന് പറഞ്ഞ 3 കർമാസ് ഉണ്ട്. അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ് തന്നെ എടുക്കുന്നതായിരിക്കും. അത് ഞാനത് റിസർച്ച് ചെയ്ത് ഓരോരോ ഉപനിഷത്തുകളും ഇതേപോലെ ഖുറാനും ബൈബിളും എല്ലാം തന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ
ഈ മണി ബ്ലോക്ക് മാറ്റാനുള്ള ഏറ്റവും നല്ല വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ പറയുന്നുണ്ട് ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നുള്ള. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കർമാസിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെയുള്ള ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ ബേസിക് ക്ലാസ്സിന് കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ദാനം കൊടുത്തതിന് ശേഷം ലോട്ടറി എടുക്കാൻ ഒരു ടാസ്ക്കാണ്, സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. ലോട്ടറി എടുത്ത് എല്ലാവർക്കും, അതായത് ഒരു 70% ആൾക്കാർ 100 രൂപയെങ്കിലും അടിച്ചിട്ടുണ്ട്. 70% ആൾക്കാർക്കും. അത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട്സ് കൊടുക്കുന്ന സമയത്ത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ എമൗണ്ട്സ് കൊടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഇതെന്ത് ക്ലാസ് എന്ന് ചോദിക്കും. അന്നേരം 1,00,000 രൂപ അടിച്ച്, ഈവൻ 1 കോടി അടിച്ച്, അത് ചക്രയുടെ ക്ലാസ്സാണ്. പിന്നെ അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ച്, അത് വെൽത്ത് മാസ്റ്ററിയിലാണ്. അന്നേരം അത്രയധികം റിസൾട്ട് പലരുടെ ലൈഫിലും കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രാക്ടീസസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ മോട്ടിവേഷൻ എടുക്കാതെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ മാറ്റം സംഭവിക്കും. അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയല്ല, നമ്മളെ പല ക്ലാസ്സുകളും പങ്കെടുത്തിട്ട് ഈവൻ സ്റ്റോറീസ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട് പലരും. അതെല്ലാം തന്നെ ഗ്രൂപ്പിലിടാൻ പറ്റാത്ത കുറച്ച് തിരക്കുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടും. ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഹാബിറ്റ് ഫോർമേഷൻ, ഈ വരുന്ന വീഡിയോയിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെയാണ്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയാം. സോഷ്യൽ മീഡിയ എന്താണ്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ലേ, അതിനർത്ഥം നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. നിങ്ങളിപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമെല്ലാം കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം, ഇന്ന പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ള ഒരു തോട്ട് വരും. അന്നേരം ഇവിടെ സോഷ്യൽ മീഡിയ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഞാൻ എപ്പോഴും യൂട്യൂബ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ബുക്സ്, പോഡ്കാസ്റ്റ് കേൾക്കാനും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിനിമകൾ കഴിയുന്നത് ഞാനിപ്പം കാണാറില്ല. ഇപ്പം ഞാൻ കാണുന്ന സിനിമകളെന്ന് വെച്ചാൽ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ. അതിനെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റുള്ളിൽ ഒരു സിനിമ കിട്ടും. ഞാനെന്തിന് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ആ ലെവലിലാണ് ഞാൻ നോക്കുക. അതേപോലെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോറീസാണ് കാണാറ്. അതായത് നമ്മൾ അതും ആ ഒരു എക്സ്പ്ലനേഷൻ കാണുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്യും, സെലക്റ്റീവായിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ടോപ്പിക് അടിച്ചിട്ട് ഞാൻ ആ സിനിമയുടെ ലിസ്റ്റ് എടുക്കും. എന്നിട്ട് അത് ഞാൻ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് അടിക്കുന്ന സമയത്ത് യൂട്യൂബ് ഉണ്ടാവും. അന്നേരം നമ്മൾ 1.5-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് 20 മിനിറ്റ് അല്ല 20, അതായത് ഏകദേശം 2-2.5 മണിക്കൂർ നമുക്ക് ലാഭിക്കാൻ സാധിച്ചു. നമുക്ക് സ്റ്റോറി അറിഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം നമ്മൾ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുക. ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന കോമഡി, ഇതേപോലെ തന്നെ പൊളിറ്റിക്സ് കാര്യങ്ങളെല്ലാം തന്നെ കഴിയുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ തന്നെ ആദ്യമെല്ലാം തന്നെ കുറേ മുന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്രിട്ടിക്കൽ മൈൻഡായിരുന്നു. ഓരോരോ ഇതേപോലെ തന്നെ വിമർശിക്കണം ആൾക്കാരെ. എൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. അതായത് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ആൾക്കാരെ തർക്കിച്ച് ജയിക്കുക. അതായത് ഇന്ന ശരിയാണ്, ഇപ്പോൾ ഒരു റിലീജിയസ് ആയിട്ട് പറഞ്ഞു, അന്നേരം ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. ഇന്ന പാർട്ടി എന്ന് പറയുന്ന സമയത്ത് ഞാൻ വേറൊരു പാർട്ടീൻ്റെ ആശയങ്ങൾ പറഞ്ഞു അതിൽ ജയിച്ചിട്ട് ഞാനൊരു ലഹരി കണ്ടെത്തിയിരുന്നു. അന്നേരം ഇതെല്ലാം തന്നെ നമ്മളിൽ നെഗറ്റിവിറ്റിയെ കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ ഒരു തർക്കിക്ക് വേണ്ടി ഞാൻ പറയാടാ എനിക്കറിയില്ല ഇപ്പോൾ റിലീജിയസ് ആയാലും പൊളിറ്റിക്സ് ആയാലും എല്ലാം തന്നെ പറയുന്ന സമയത്ത് ഞാൻ പറയാം അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ സാധാരണ വ്യക്തിയല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേ ചെയ്ത പോലെ തന്നെ അവൻ ജയിച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ എഫക്റ്റ് കിട്ടുന്നത് പോലെ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട, അതായത് നമ്മളെ ലക്ഷ്യങ്ങൾ നേടുന്ന സമയത്താണ് നമുക്ക് ഹാപ്പിനെസ് വേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി ഇപ്പം തന്നെ ചില ആൾക്കാർ എന്നെ ആർഗ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുന്ന കള്ളാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അയക്കാൻ ഞാൻ അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ കുറേ കാലം ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ആ തുടക്കകാലത്ത് നമ്മൾ ക്ലാസ്സോ യൂട്യൂബ് ചാനൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്തും ആരെങ്കിലും എന്തെങ്കിലും ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജയിക്കണം എന്നുള്ളൊരു ചിന്താഗതി ചെയ്യുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നു എന്തെങ്കിലും ഒരു വ്യക്തിയിൽ ജയിച്ചിട്ട് എനിക്കെന്ത് കിട്ടേന, ആ വ്യക്തിയിൽ ഞാനൊരു സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണിച്ചിട്ട് എനിക്കെന്ത് കിട്ടേന. നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഇനിയുള്ള വർഷത്തിലും നിങ്ങൾ ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രവർത്തിക്കുക മാത്രം ചെയ്യേണ്ടത്. ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് പരിഹസിച്ചിട്ടുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് എല്ലാം തന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന സമയത്ത് എന്നെ ഒരു അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എന്തെല്ലാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ഈവൻ പ്രഗ്നൻസി മാനിഫെസ്റ്റേഷൻ, രോഗങ്ങൾ മാറുന്നുണ്ട്, അങ്ങനെയുള്ള 100 കണക്കിന് സ്റ്റോറിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി അയച്ചു തന്നിരുന്നു. അവരെ 3 കുട്ടികളാണ്, അതായത്
നമ്മളെ ക്ലാസ്, അതായത് ചക്ര ഹീലിംഗ് ആണെന്ന് തോന്നുന്നു, ചക്ര ഹീലിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചത് എനിക്ക് 3 കുട്ടികൾ വേണമെന്നുണ്ട്. അത് യൂട്യൂബിൽ വരുന്നു, 3 കുട്ടികൾ വേണമെന്നില്ല, ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ, ഇതേപോലെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിന്ന് റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരുന്നത്, അങ്ങനെ കുറേ സക്സസ് സ്റ്റോറീസ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവൊന്നുമല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും വെച്ചിട്ട് അവരിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമ്മൾ യൂട്യൂബിൽ എന്തുകൊണ്ടാണ് സ്റ്റോറീസ് ഇടുന്നത്? സ്റ്റോറീസ് ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ബിലീഫ് സിസ്റ്റമാണ്. ഓക്കെ, അത് നടക്കും, ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസം. നേരെ മറിച്ച് ഞാൻ കുറേ ടെക്നിക്സും കാര്യങ്ങളും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇതേപോലെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മളെ ക്ലാസ് അവസാനിക്കാൻ പോവാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട്സ്, നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സിൽ, ഇപ്പം ഫ്രീ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മറ്റെന്തുണ്ടെങ്കിലും ചോദിക്കാം. ചോദിച്ചോളൂ. വിപാസനയും മൈൻഡ്ഫുൾനെസ്സും തമ്മിൽ ഡിഫറൻസ് എന്താണ്? സെയിം തന്നെയാണോ? എന്താണ്? വിപാസന മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും സെയിം കാര്യം തന്നെയാണ്. മൈൻഡ്ഫുൾനെസ് നമുക്ക് പല രീതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈവൻ സെന്നിലെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ ചായ കുടിച്ച്, അതായത് ഈ കട്ടൻ ചായ ഇല്ലേ, ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെ സംസാരിക്കുകയാണെങ്കിൽ അതിനെയാണ് മൈൻഡ്ഫുൾ. മനസ്സ് പൂർണ്ണമായിട്ട് ഇതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത്. വിപസന എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. വിപസന നമ്മളിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് നമ്മളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം, നമുക്ക് വസ്തുക്കളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം, നമ്മളെ സംസാരം ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ വിപസനയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്നർ വർക്കാണ് ചെയ്യുക. ഡീപ്പായിട്ടുള്ള ഇന്നർ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഈവൻ സെൻസേഷനാണ്. തലയുടെ മുകൾ ഭാഗം മുതൽ കാലിൻ്റെ കണ്ണങ്കാല വരെയുള്ള ഭാഗത്തുള്ള ഓരോ സെൻസേഷനും നമ്മൾ ശ്രദ്ധിക്കും. സെൻസേഷൻ വരുന്ന സമയത്ത്, അതായത് ഓരോ ഫീലിങ്സ് വരുന്നതിന്, ഇപ്പം ഇവിടെ ചൊറിച്ചിൽ അനുഭവിച്ചു എന്ന് കരുതാം. എന്തുകൊണ്ട് ചൊറിച്ചിൽ അനുഭവിച്ചു, ഇവിടെ എന്തെങ്കിലും കടിച്ചു, അങ്ങനെയല്ല. ചൊറിച്ചിൽ അതായത് ഒരു വേദനയുണ്ട്, അത് വേദന മാത്രമാണ്. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ശ്രദ്ധിച്ച് വരുന്ന സമയത്ത് നമ്മളെ മനസ്സ് വളരെ ശാന്തമാവും. അത് ഞാൻ ആ വിഭാസനയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നീള ദിവസങ്ങളിൽ, നീള ഓരോ ക്ലാസ്സുകൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ്സും വിഭാസനയും രണ്ടും സെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഇനി എന്ത് സംശയം ചോദിക്കാം. ഓക്കെ, മ്യൂട്ട് ഒഴിവാക്കിയിട്ട് ചോദിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പ്ലീസ് ചോദിച്ചോളൂ. ഹലോ സാറേ, പിന്നെ നമ്മളെ ചക്ര മെഡിറ്റേഷനിൽ ലാസ്റ്റ് തന്നല്ലേ 2 ഡെയിലി ചെയ്യാനുള്ളത്. അപ്പം പിന്നീട് അത് മാത്രം ചെയ്താൽ മതിയോ? മറ്റേതൊന്നും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല? അങ്ങനെയല്ല, ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് 7 ചക്ര മെഡിറ്റേഷനും മന്ത്ര മെഡിറ്റേഷനും അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾ ഈ 7 ചക്രങ്ങളിൽ തന്നതിൽ ഏതെങ്കിലും ഒരു ചക്രത്തിൽ ബ്ലോക്കായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ അതിലെ ഓരോരോ കാര്യങ്ങൾ പറയുന്നില്ലേ, ഇന്നെന്ന ചക്രത്തിന് ബ്ലോക്കാണ്, ഇന്നെന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ആ ചക്രങ്ങളുടെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ചേർത്ത് ചെയ്യാല്ലേ? ചേർത്ത് ചെയ്തു. അത് തന്നെ 7 ചക്രാസ് ചെയ്യുക, പിന്നെ ആ ചക്രത്തിന്റെ ചെയ്യാം. ഓക്കെ സർ, നമുക്ക് കോൺഫിഡൻസ് കൂട്ടാൻ അങ്ങനെയുള്ള ഏത് ചക്രയാണ് ആക്റ്റീവ് ആകേണ്ടത്? കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ അനാഹത ചക്ര, ഹൃദയ ചക്ര. ഹൃദയ ചക്രം മാത്രമല്ല, ത്രോട്ട് ചക്രയും വരും. കാരണം കമ്മ്യൂണിക്കേഷനാണല്ലോ നമ്മൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ഇതെല്ലാം ഇത് ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരണമെന്ന് ആഗ്രഹിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈമും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അന്നേരം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഈ പ്രാണ മെഡിറ്റേഷനും. ഹലോ സാർ, ചോദിച്ചോ.
സാർ ഈ പ്രാണ മെഡിറ്റേഷനും വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും രണ്ടായിട്ട് തന്നെ ചെയ്യണോ? അത് രണ്ടായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ ആണ്. അതായത് നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിച്ചു, മനസ്സൊന്ന് ശാന്തമാക്കി, എന്നിട്ട് ഇപ്പം നിങ്ങൾ ഒരു ലെൻസ് പോലെ തന്നെ എടുക്കുക. ലെൻസിൻ്റെ സ്റ്റോറി അറിയാലോ. അതായത് നമ്മൾ ശ്രദ്ധകൾ, അതായത് നമ്മളെ തോട്ട് എനർജി ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ നടക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം വിഷ്വലൈസേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. വീണ്ടും വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട് എനർജി ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് നിങ്ങൾ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കും, അതിനെ ഫീൽ ചെയ്യാൻ സാധിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അന്നേരം നമ്മളെ ഫ്രീ ക്ലാസ് ഇനി തുടങ്ങാൻ പോകുന്ന ഒരു കോഴ്സിനെ കുറച്ച് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30-ലധികം മെഡിറ്റേഷൻസും പ്രാക്ടീസും ഉള്ളതാണ്. അത് ലൈവ് ക്ലാസ് ആണ്. അത് ഇതേപോലെ തന്നെ മെഡിറ്റേഷൻ ബൈനറി മ്യൂസിക് ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ട് ഓരോരോ മെഡിറ്റേഷനിലെ ബൈനറി മ്യൂസിക് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഗ്രൂപ്പിലെല്ലാം തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അന്നേരം ഇതെല്ലാം ക്ലാസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വെൽത്ത് മാസ്റ്ററിന്റെ എപ്പോഴാണ് തുടങ്ങുന്നത് ഗ്രൂപ്പിൽ? വെൽത്ത് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ബാച്ച് കഴിഞ്ഞു. കുറേ പേര് എൻക്വയറി വരുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ അടുത്ത് തന്നെ തുടങ്ങും. അതിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ യൂട്യൂബ് മാസ്റ്ററി, ബിസിനസ് മാസ്റ്ററി, കുറേ ടാസ്കുകൾ നമ്മൾ ഫുൾ ഇതേ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഞാൻ വെൽത്ത് മാസ്റ്ററി കൊടുത്തത്. ഇപ്പം എൻ്റെ ഓരോ ക്ലാസ്സുകളായാലും വെറുതെ മോട്ടിവേഷൻ്റെ കാര്യങ്ങളല്ല. വെൽത്ത് മാസ്റ്ററിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇതേപോലെ തന്നെ വെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ പൈസയല്ല, 10,000, 25,000, 30,000 കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ജസ്റ്റ് കോഴ്സ്, അതായത് എന്താ പറയുക, കുറേ മോട്ടിവേഷൻ, കുറേ പോസിറ്റീവായിട്ടിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പോസിറ്റീവായിട്ട് ഇരുന്നിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ചേഞ്ച് വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ബിസിനസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, മറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അന്നേരം ഞാൻ മനസ്സിലാക്കി, നിങ്ങൾക്ക് വെൽത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ ജോബോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ബേസിക് ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 21 ടൈപ്പ് ബിസിനസ് ഐഡിയാസ് നമ്മൾ കൊടുത്തു. ആ ഐഡിയാസ് മാത്രമല്ല, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഓഡിയോസ്, PDF ബുക്ക് എല്ലാം കൊടുത്തു. ഡെയിലി ചെയ്യേണ്ട ടാസ്ക്. ഒരു പുള്ളിക്കാരി ഒരു ഷീല എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു. അവർ ഈ ബിസിനസ് ചെയ്തു, ഫുഡ് ബിസിനസ്, അതായത് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ് ചെയ്തു. അവർ മാസം നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങി. ചില ആൾക്കാർ എന്ത് ചെയ്തു, യൂട്യൂബ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവരുടെ ബിസിനസ് MLM ചെയ്യുന്ന, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണ് ആ യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ട് അതുവഴി അവർ മാർക്കറ്റ് ചെയ്തിട്ട് അവരുടെ ക്ലയൻസ് അവരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മൈൻഡ് സെറ്റ് മാത്രം പോരാ, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രസൻസും നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എന്നെ പരിചയപ്പെട്ടത്, എൻ്റെ വീഡിയോസ് കാണുന്നത്, എൻ്റെ കോഴ്സുകളിലേക്ക് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടുവരിക. അതാണ് ഞാൻ പറഞ്ഞത്. വെൽത്ത് മാസ്റ്ററി അറ്റൻഡ് ചെയ്തിട്ട് പലരുടെയും എല്ലാ ക്ലാസ്സുകളും ഞാൻ പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഫ്രീ ക്ലാസ്സിൽ എന്താണ്, ഫ്രീ ക്ലാസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യങ്ങളും മെഡിറ്റേഷൻസും മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും അറിയിക്കുന്നതാണ്. കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ, അതായത് മന്ത്ലി നിങ്ങൾക്കത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു മന്ത്ലി ഒരു ഫീസ് ഈടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അന്നേരം ഇതെല്ലാം നമ്മുടെ ക്ലാസ്. ഇനി ഡൗട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും 2025 എന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും സമ്പന്നതയും സമാധാനം നിറഞ്ഞ ദിനങ്ങളാവട്ടെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൗജന്യ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഓക്കെ.